നമസ്കാരം. കുറേ അധികം ആളുകൾ മെയിൽ അയച്ചും വാട്സപ്പ് മെസ്സേജൊക്കെ ചെയ്തും എന്നോട് അഭ്യർത്ഥിച്ച ഒരു വിഷയമാണിത് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതും ഇത് ചെയ്യേണ്ടതാണ് എന്ന ഒരു തീരുമാനത്തിലെത്തിയതും. വേറൊന്നുമല്ല, നന്ദഗോവിന്ദ ഭജൻസ് ഹിറ്റായതിനു ശേഷം, അവരിത്രയും വൈറലായതിനു ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ചെറിയ പെൺകുട്ടികളുടേതും മുതിർന്ന വനിതകളുടേതും ഒക്കെ ആയിട്ട് പല പല ഗ്രൂപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ഭക്തി ഗാനമേളയും ഒക്കെ ആയിട്ട് ഭജനകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചിലരുടെയൊക്കെ പ്രകടനങ്ങൾ കാണുമ്പോൾ അത് ഭയങ്കര വെറുപ്പീരായി മാറുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ ശീതൾ, ഇതൊന്ന് കണ്ടിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നൊന്ന് ചാനലിലൂടെ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജുകൾ വന്നത്. കണ്ടു നോക്കിയപ്പോൾ ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കാൻ, വെറുപ്പീരാണ്. ഒന്നുകൂടി ഇവരും കൂടി ഒന്ന് റെഡിയായി നോക്കാം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സ്വാമിയേ അയ്യപ്പോ. ഈ ഒരു പാട്ടിനൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പ്രത്യേക ഫീലുണ്ട്. നമ്മളൊക്കെ കെട്ടുമുറുക്ക് എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, കുട്ടനാട് ഭാഗത്തൊക്കെ. അവിടെ കന്നിക്കെട്ടൊക്കെ ആണെങ്കിൽ വലിയ ഉത്സവമാണ്. ആ നാട്ടിലെ ആളുകൾ എല്ലാവരും ജാതിയും മതവും ഒന്നും നോക്കാതെ കൂടിച്ചേർന്ന്, അപ്പോൾ കെട്ടുമുറുക്കിന് ഒരു ഗുരുസ്വാമി കാണുമല്ലോ, അദ്ദേഹമൊക്കെ ഉച്ചത്തിൽ പാടുന്ന ചില ഭക്തിഗാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ ഏറ്റുപാടണം. അപ്പോൾ ഇങ്ങനെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ, വരികൾ, അത് പാടുന്നതിൽ ആ ഭക്തി മുഴുവനുണ്ട്. നമ്മുടെ സങ്കടമുണ്ട്, നമ്മുടെ പരിഭവമുണ്ട്, അയ്യപ്പനോട് പറയാനുള്ള നമ്മുടെ വേദനയുണ്ട്. പക്ഷേ ഈ ഒരു ഗാനമേള സ്റ്റൈലിലോട്ട് ഈ ഭക്തിഗാനങ്ങൾ മാറുമ്പോൾ, ഭജനകളൊക്കെ മാറുമ്പോൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ട്, തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്നുണ്ട്. ഇതെന്നും ഇരുന്ന് ഓരോരുത്തരെ കുറ്റം പറയുമെന്ന് ആരും വിചാരിക്കരുത്. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നത്തില്ലേ, ഇതൊരു പട്ടി ഷോ ആണെന്നൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ പറയില്ലേ, അതുപോലെ തന്നെ വെറും വെറുപ്പീര്. നമുക്കത് കണ്ടാൽ നമുക്കൊരു സന്തോഷവും ഒരു ഇഷ്ടമൊന്നും തോന്നുകയില്ല. ഇവർ കിടന്ന് എന്തൊക്കെയോ അങ്ങ് ഷോ നടത്തുകയാണ്, അവർ വളരെ വെറൈറ്റി കാണിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതി എന്താ പൂക്കിത്തരോ എന്തൊരെണ്ണം പറയല്ലേ, ഇപ്പം പൂക്കിത്തരോ പോക്കർത്തരോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ ട്രെൻഡിനൊപ്പം കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല ഭജന. അതൊക്കെ ഒരു പാഷനോട് കൂടി കൊണ്ടുപോകണം. അതിൻ്റെ ഒരു ജീവൻ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ അത്തരം ഗ്രൂപ്പുകളൊക്കെ വരുന്നത് നല്ലതാണ്. ഇപ്പോൾ അവർക്ക് ഒരു ജീവിത മാർഗം കൂടിയാണ്, വരുമാന മാർഗമാണ് ഇത്തരം ഗ്രൂപ്പുകൾക്ക്. പിന്നെ നല്ല നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ ക്ഷേത്ര പരിസരത്ത് മുഴങ്ങുന്നത് അതൊരു പോസിറ്റിവിറ്റിയാണ്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ പ്രഹസനമാകരുത്. ഒരു വരി തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ട് ചിരി വരുന്നത് പോലെ കാണിക്കുക, ബാക്കി പാടൂ. നിങ്ങൾ പാടിയിട്ടല്ലേ ബാക്കിയുള്ളവർ ഏറ്റുപാടേണ്ടത്. ആരെങ്കിലുമൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വരുന്ന അപാകതകൾ ഒരുപാടുണ്ട് കേട്ടോ. അതിൽ ചിലതായിരിക്കും ഇതൊക്കെ. ഇപ്പം നന്ദഗോവിന്ദം വന്നെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഒരു അച്ചടക്കമുള്ളതായിട്ടും അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അനുകരിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ വലിയ രീതിയിൽ ഫ്ലോപ്പ് ആകുകയാണ്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു വീഡിയോ പോലും കാണാൻ പറ്റുന്നില്ല, നമ്മളത് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങൾ ഈ കാണിക്കുന്നത് മറ്റാർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വിളിക്കുന്ന സംഘാടകരൊക്കെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറണം എന്നില്ല. അത് അവരുടെ മാന്യത കൊണ്ടാണ് അവരത് തുറന്ന് പറയാത്തത്. ചിലപ്പോൾ നാട്ടുകാരും പ്രതികരിച്ചു എന്ന് വരില്ല. ഒരു അമ്പലമുറ്റമല്ലേ, ഒരു ഭജനയുടെ സംഭവമല്ലേ, അതുകൊണ്ട് മിണ്ടണ്ട എന്ന് കരുതിയിരിക്കുന്നതാണ്. അതിനർത്ഥം നിങ്ങളെ അവർ സഹിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നല്ല. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ വീഡിയോ അവരുടെയൊക്കെ ഇടയിലേക്ക് എത്തിച്ചാൽ വളരെ നന്ദി കേട്ടോ. ഒന്നുകൂടി ഇവരും കൂടി ഒന്ന് റെഡിയായി നോക്കാം. നമ്മൾ സംഗീത കച്ചേരികള്, പിന്നെ ജയവിജയന്മാരുടെ പാട്ട്, അവരുടെ ഒരു പ്രകടനം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഭക്തിഗാനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലൊരു ഭക്തിയുടെ അംശമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതിലൊരു പ്രത്യേക എനർജി ഉണ്ടാവും, അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടാകും. അത് കേൾക്കുമ്പോൾ പ്രത്യേകം ഒരു ശാന്തതയും സമാധാനവും ഒരു
ഒരു ഫീൽ ഉണ്ടാവും. അതെന്താണെന്നൊന്നും പറഞ്ഞറിയിക്കാൻ എനിക്കും പറ്റില്ല, ഈ പാടുന്നവർക്കും പറ്റില്ല. പക്ഷെ അത് ഉൾക്കൊണ്ട് പാടുമ്പോൾ, ആ വരികൾ ഉൾക്കൊണ്ട്, ആ ഭക്തി ഉൾക്കൊണ്ട് പാടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് കേൾക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്ന സാധനം അത്. പാടാൻ കഴിയുക എന്ന് പറയുന്നത് ദൈവികമാണ്, അല്ലേ? അതെല്ലാവർക്കും സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു കഴിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതും ഭക്തിഗാനങ്ങൾ പാടാൻ നമ്മൾ ഒരു ഇഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ വരുമാന മാർഗത്തിന് വേണ്ടി മാത്രമാകരുത്, അല്ലെങ്കിൽ ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രമാകരുത്, പ്രഹസനത്തിന് വേണ്ടി ആകരുത് ഒട്ടും. അത് നമ്മൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മളെ കേൾക്കാനിരിക്കുന്ന ആളുകളെ കളിയാക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രകടനം കാഴ്ചവെക്കരുത്. ഇപ്പൊ ഈ പറയുന്നതിനർത്ഥം ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസ് വന്നു അവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ല. ഇവിടെ ഇപ്പം ഒരു ഹോട്ടൽ മാത്രമല്ല, ഒരുപാട് ഹോട്ടലുകളുണ്ട് ആഹാരം കഴിക്കാൻ, അല്ലെ? ഇവിടെ ഒരു നടൻ മാത്രമല്ല, ഒരുപാട് നടന്മാരുണ്ട്. ഒരു നടി മാത്രമല്ല, ഒരുപാട് നടിമാരുണ്ട്. ഒരാളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പരാജയം അവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ശൈലി വേണം. ആ ശൈലിയിൽ ഒരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് ക്ലിക്കാവും. പിന്നെ സംഗീതം ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചവരാണെങ്കിൽ പോലും സ്റ്റേജ് ഷോകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടുകൂടി ആ ഒരു ശ്രുതി ശുദ്ധമായിട്ട് പാടുന്നതിൽ നിന്നൊക്കെ അവരും വ്യതിചലിക്കുകയാണ്. അതൊന്നും നിർബന്ധമല്ല എന്നായി കഴിഞ്ഞു അവർക്ക്. പക്ഷെ കേൾക്കുന്നവർക്കൊരു ഇമ്പക്കുറവുണ്ട്, ഒരു സുഖമില്ലായ്മയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രുതി ശുദ്ധമായിട്ട് പാടുമ്പോഴാണ്, ശ്രുതിക്ക് അനുസരിച്ച് പാടുമ്പോഴാണ്, വേദിക്ക് അനുസരിച്ച് പാടുമ്പോഴാണ്, അത് കേൾക്കാനിരിക്കുന്ന ഓഡിയൻസിൻ്റെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ടൊക്കെ പാടുമ്പോഴാണ് ആ പാട്ട് കേൾവിക്കാരന് ഇമ്പമുള്ളതാകുന്നത്, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ റിമി ടോമിയുടെ ഒന്നും ഗാനമേളയല്ലല്ലോ ഇത്. വന്ന് കുറച്ച് പാടിയിട്ട് ബാക്കി മൈക്ക് ഇങ്ങനെ കാണിക്കും, അവർ പാടും. അതൊക്കെ ഒരു ഗാനമേളയുടെ സ്റ്റൈല്. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വേണ്ടി അവർ നടത്തുന്ന ഒരു ചില കാട്ടിക്കൂട്ടലുകളാണ് അതൊക്കെ. പക്ഷെ അതുപോലെ ആകരുത് ഭജനകൾ എന്നതൊക്കെ നമ്മുടെ ഒരു എളിയ അഭിപ്രായമാണ് കേട്ടോ. സകലതും ഇങ്ങനെ മലിനമാക്കല്ലേ. ചിലതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതിൻ്റെയൊക്കെ ആത്മാവ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓൾറെഡി മലിനമാക്കിയ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ കിടന്നൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ആറാടുക, അല്ലെങ്കിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ വേറുള്ള ഇടങ്ങളിൽ നടത്തിക്കൊള്ളുക. ഇത്തരം കാര്യങ്ങളിൽ അധികം പരീക്ഷണങ്ങൾക്ക് മുതിരണോ? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണോ? മറ്റുള്ളവരുടെ മനസ്സിലെ ചില നന്മയുള്ള ഓർമ്മകളെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ പ്രഹസനങ്ങളെ വളർത്തണോ? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. വീണ്ടും പറയുന്നു, അത് കേട്ടപ്പോൾ ഒരു കേൾവിക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്? കാലത്തിനനുസരിച്ചുള്ള കോലം കെട്ടലായിട്ട് ഇതിനെ അങ്ങ് കണക്കാക്കിയാൽ മതിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ.